നമ്മുടെ രാജ്യത്ത് തന്നെ ഏറ്റവും വലിയൊരു ചർച്ചാ വിഷയമായ കടൽക്കൊല കേസായിരുന്നു എൻറിക്ക അലക്സ്. അങ്ങനെ കപ്പലുമായി ബന്ധപ്പെട്ട ചില സുപ്രധാന കേസുകൾ, അതിൻ്റെ ഒരു പശ്ചാത്തലത്തിലേക്ക് നമുക്ക് വളരെ പെട്ടെന്ന് പോകാം. അതിൽ ആദ്യം നമ്മൾ സ്വാഭാവികമായും സംസാരിക്കേണ്ടത് ഈ എൻറിക്ക അലക്സിനെ കുറിച്ച് തന്നെയാണ്. 2012 ഫെബ്രുവരി 15 ഈ കടൽക്കൊല കേസ് ഉണ്ടാകുന്നത്. കൊല്ലം നീണ്ടകരയിലാണ് ഈ സംഭവം ഉണ്ടായത്. അന്ന് സെന്റ് ആന്റണീസ് എന്ന ബോട്ടിൽ അന്ന് 11 ജീവനക്കാരുണ്ടായിരുന്നു. ആ ബോട്ടിന് നേരെയാണ് ഇറ്റാലിയൻ നാവികർ വെടിയുതിർത്തത്. ആ ബോട്ടിലുണ്ടായിരുന്ന 2 പേർക്ക്, വാലന്റൈനും അതോടൊപ്പം തന്നെ അജീഷ് പിങ്കി എന്ന 2 പേർക്കുമാണ് ജീവൻ നഷ്ടമായിരുന്നത്. പിന്നെ അതിനുശേഷം ഒരു നീണ്ട നിയമ പോരാട്ടത്തിലേക്കാണ് നമ്മൾ പോയത്. ഇറ്റാലിയൻ കപ്പലിലെ സുരക്ഷാ നാവികരാണ് ഈ ഒരു കൃത്യം നിർവഹിച്ചത്. സ്വാഭാവികമായിട്ടും അതിന് ഇവിടെ കേസ് എടുത്തു. വലിയ തോതിൽ നിയമ പോരാട്ടത്തിലേക്ക്, അത് 2 രാജ്യങ്ങൾ തമ്മിലുള്ള ഒരു നയതന്ത്ര പ്രശ്നത്തിലേക്കൊക്കെ പോകും എന്ന നിലയ്ക്കാണ് കാര്യങ്ങൾ മുന്നോട്ട് പോയത്. പക്ഷേ പ്രധാനപ്പെട്ട ഒരു കാര്യം, നേരത്തെ ശ്രീ റിയ സൂചിപ്പിച്ച പോലെ അതൊരു ഒത്തുതീർപ്പിൻ്റെ പാതയിലേക്ക് പോയി. എന്നാൽ മരണപ്പെട്ടവരുടെ കുടുംബങ്ങൾക്ക്, ഈ ബോട്ടിൻ്റെ ഉടമയ്ക്കൊക്കെ വലിയ തോതിലൊരു നഷ്ടപരിഹാരം നേടിയെടുക്കാൻ കഴിഞ്ഞു എന്നത് ഒരു തരത്തിൽ 9 വർഷം നീണ്ടുനിന്ന നിയമ പോരാട്ടമായിരുന്നു. 2012, 2021 മറ്റുമാണ് അതിന്റെ നിയമ പോരാട്ടം പൂർണ്ണമായും അവസാനിച്ചത്. ഏകദേശം 12 കോടിയോളം രൂപ അവർക്ക് കിട്ടുകയും ചെയ്തിട്ടുണ്ട്. രണ്ടാമത്തെ സംഭവം പ്രധാനമായിട്ടുള്ളത് 2017 ഓഗസ്റ്റ് 7 സംഭവമാണ്. അത് മുനമ്പം തീരത്തോടടുത്തായിരുന്നു. ഓഷ്യാന എന്നൊരു മത്സ്യത്തൊഴിലാളി ബോട്ട് കപ്പലിടിച്ചു 3 പേരാണ് അന്ന് ഈ അപകടത്തിൽ മരിച്ചത്. അതെ, ഇത് മുനമ്പത്തെ, അത് വളരെ ഈ അടുത്ത് നടന്ന ഒരു സംഭവമാണ്. മുനമ്പത്ത് നടന്ന ഈ ഒരു കപ്പൽ അപകടം എന്ന് പറയുന്നത് വലിയ തോതിൽ നിയമ പോരാട്ടത്തിലേക്ക് പോകാൻ കഴിഞ്ഞു. അതുപോലെ 3 പേരാണ് ഈ അപകടത്തിൽ മരിച്ചത്. 12ഓളം പേർക്ക് പരിക്കേറ്റു. പക്ഷേ അന്ന് വളരെ പെട്ടെന്ന് തന്നെ നടപടികളൊക്കെ സ്വീകരിച്ചു. അതുകൊണ്ട് തന്നെ നഷ്ടപരിഹാര തുകയും വളരെ പെട്ടെന്ന് തന്നെ ലഭ്യമാക്കാൻ കഴിഞ്ഞിരുന്നു ഈ പരിക്ക് പറ്റിയ ആളുകൾക്കും ഈ അനാഥരായ കുടുംബങ്ങൾക്കും. അതായത് ഇപ്പോൾ നിലവിൽ നമ്മൾ പറഞ്ഞ 2 കേസുകളിലും, കേരളത്തിനോട് ചേർന്ന് നടന്ന 2 കേസുകളും വേഗത്തിൽ തന്നെ നിയമ നടപടികൾ സ്വീകരിച്ചിരുന്നു. പക്ഷേ അന്താരാഷ്ട്ര നിയമങ്ങളൊക്കെ പാലിക്കേണ്ട ഒരു ഇടമാണത്. അതുകൊണ്ട് അതിൻ്റെതായ സമയങ്ങളെടുക്കും. പക്ഷേ നഷ്ടപരിഹാരം കിട്ടിയെന്നത് ആശ്വാസമാണ്. പിന്നീടാണ് ഇപ്പോൾ ഈ സമീപകാലത്ത് നമ്മളെ ഞെട്ടിച്ചുകൊണ്ട് കഴിഞ്ഞ മെയ് 25 നടന്ന സംഭവം. അതായത് ഫോർട്ട് കൊച്ചി പോലീസ് അത് ഇന്നലെ വളരെ വൈകിയാണ് കേസെടുത്തത്. മെയ് 25 ഈ അപകടം ഉണ്ടാകുന്നത്. അത് കഴിഞ്ഞ് 17-18 ദിവസങ്ങൾ കഴിഞ്ഞാണ് ഇപ്പോൾ ഒരു കേസെടുക്കാൻ കോസ്റ്റൽ പോലീസ് തയ്യാറായത്. ആദ്യം കേസെടുക്കില്ല എന്നൊരു നിലപാടിലായിരുന്നു സംസ്ഥാന സർക്കാർ ഉണ്ടായിരുന്നത്. പിന്നെ ഇന്നിപ്പം ഹൈക്കോടതിയിൽ ആ കേസ് വരികയാണ്. അപ്പോൾ സ്വാഭാവികമായും കോടതിയുടെ ഭാഗത്തു നിന്ന് ചോദ്യങ്ങൾ ഉയരും. അങ്ങനെയാണെങ്കിൽ കേസെടുത്തല്ലോ എന്നൊരു മറുപടി ഒരുപക്ഷെ സർക്കാരിന് ഇന്ന് കോടതിയിൽ പറയാൻ കഴിയും.